കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തതേ. സ്വാമി ഏതില്ലത്തെയാ ആരാടാ ഇങ്ങനെ പടച്ചു വിടുന്നതിനെയൊക്കെ? പട്ടി എന്ത് തെറ്റ് ചെയ്തു? എന്റെ ടാർഗറ്റ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റൈന് ബുദ്ധിയുണ്ട്, നിനക്കതില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലെ ബർട്ടൺ റസ്ലർ പോലെ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആവണം. വെച്ചിട്ട് പടന്നു. ഗ്ലാമർ സെലിബ്രിറ്റി ആവാൻ താല്പര്യമില്ല. സാട്ടനെ പോലെ ഇന്റലക്ച്വൽ എന്റെ വാസന്തിനെ പോസ്റ്റ്മോർട്ടത്തിന് വെട്ടിക്കീരാണ്ട് തന്നേനി ഞാൻ അങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. തോമസ് സാറ് ഭാവ. തോമസ് സാറ് പാവായിരിക്കും, പക്ഷെ അടുത്തിരിക്കുന്നവനൊന്നും അറിയാം. തോമാശാരി ഭാവ, തോമാശാരി ഭാവ, തോമസ് സാറ് ഭാവ. അവനെന്നെ സുഖം പിടിക്കുന്നു അവിടെ ഇരുന്ന്. ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്ക. ഇട്ടില്ല ഞാൻ. കഴുത്ത് നീക്ക്, അവന്റെ കഴുത്തേക്ക് കൊല്ല്. കേരളക്കര മൊത്തം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്. ഇട്ടില്ല ഞാൻ. അയാള് ചത്തോ? ചത്തിട്ടില്ല, സുഖം പിടിച്ചിരിക്കെ. എനിക്ക് നശിച്ച ലോകം കാണാൻ എനിക്ക് കണ്ടുവേണ്ട. ചേട്ടൻ കൊള്ളാം, ചേട്ടന് കഴിവുണ്ട്, പക്ഷെ ഈ കഴിവേറിയതാ. അയാള് ചത്തോ? നേരം വെളുത്തു, മൈരം തുടങ്ങി. ആരെങ്കിലും ജാമ്യം എടുത്തു തരുമെങ്കിൽ ഞാൻ ഏറ്റു. ദിഗംബരൻ പീതാംബരൻ തിരകോണയും പറിമുടിയിൽ കയ്യിലെന്തുവാടാ? കോൺ ഐസ്ക്രീമോ? ചെമ്പാ ഊമ്പാ. ദിഗംബരൻ കൊതംബരൻ. വവ്വാലിന് വേപിടിച്ചവരുണ്ട്. സാഗര സൗന്ദര്യം. കരയാലടാ, കരയാണ്ട് കാര്യം പറയടാ. കരയാതടാ നീ കരയാണ്ട് കാര്യം പറ. മറ്റനെ കളിക്കല്ലേ? ഇല്ല, അവൾ എന്റെ പെണ്ണ്. അതൊക്കെ അതിന് അവള് നിന്റെ പെണ്ണാണെന്ന് നിന്നോടാരടാ പറഞ്ഞു? അതവൻ നമ്മള് മൂക്കിലേക്ക് വലിച്ചു കയറ്റുക നമ്മളെ. അതവൻ പറഞ്ഞാ മതി ചേട്ടാ. എന്റെ പൊന്നി, ക്ലാസ്സിൽ പോണില്ലേ കൊച്ചേ? ഞായറാഴ്ച ക്ലാസ് വെക്കേണ്ടി വരുമെന്നാ തോന്നണം. പിള്ളേര് മൊത്തം ഇൻസ്റ്റേ കയറി മെഴുകുക. ആ പിള്ളേര് മാത്രല്ലല്ലോ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഓടിക്കുക കേട്ടോ. കുറച്ചാളോട് ജീവിക്കണ്ടേ? കാണാം. ചിട്ടിയല്ല നിന്റെ അത്, പിന്നെ പട്ടിയാണോടോ? നീ എന്തുവാടാ പൊറോട്ട ആണോ കഴിച്ചത്? ഇവനിവിടെ മെഴുകുവോ അവൻ? ഇന്ന് ചിലക്കാതെ വണ്ടി എടുത്തോണ്ട് പോടാ. ഞാൻ കരുതി അമ്പലപ്പറമ്പിൽ പിരിവിനൊന്ന് RSSകാരനാണ്. സാറെന്നെ പണ്ട് ഒരുപാട് സാറേന്ന് വിളിച്ചിട്ടുള്ളല്ലേ? നിന്നെയാ? ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ. സാറേ എന്നാ? എടാ നിന്നെ സാറേ എന്നായിരിക്കില്ല വിളിച്ചത്. പറഞ്ഞ ആൾക്കാര്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. എന്താ സാറേ? വീട് സാറേ. സാറേ ഹായ്. അടി സാക്കേ. അടി ഫക്കേ. ഓർന്നു എഴുന്നേറ്റ് ഓരോന്നൊക്കെ ഇറങ്ങി. അടുത്തത് ഓരോ വ്യക്തിക്ക് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് ഓരോ സ്കില്ലും ഓരോ കഴിവുകളും ഉണ്ട്. ആ കഴിവുകളെയും വളർത്തണം. കഴിവുണ്ട്, പക്ഷെ കഴിവേറിയാവരുത്. ആ കഴിവുകൾ വളർത്തുന്ന വഴി ഇപ്പം ആർട്ട് വർക്കായാലും എന്തൊരു വർക്കായാലും എന്തൊരു കാര്യം. ആർട്ട് വർക്കുണ്ട്. ഇതാണ് ആർട്ട് വർക്ക്. അതിനെ വളർത്തണം. അതിനുള്ള ഒരു കയ്യിന്ന് പോയി എന്താ ഒരു സ്വാതന്ത്ര്യവും കിട്ടണം. ഇവനിപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിനെ വളർത്തണമെന്നുണ്ട്, പക്ഷെ തളർന്നു പോകണം. അവിടെയും നമ്മളെ ഇന്ത്യയുടെ വിജയം, അവിടെയും നമ്മളെ ഇന്ത്യയുടെ വിജയം. ഇതിനു വേണ്ടിയാണല്ലോ ഗാന്ധിജി. ഞാൻ പറഞ്ഞ സത്യമല്ലേ? പൊട്ടി നിൽക്കുകയാണ്. എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം വേണം, എന്നാലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. കൂട്ടുകാരൻ നിങ്ങൾ അറിഞ്ഞില്ലേ? ആരും റെഡിയാവുന്നില്ലേ? ഇനി അധിക ദിവസമില്ല. ഇത് മറ്റേ സിനിമയുടെ കൊച്ചുങ്ങനീഫയുടെ ചുണ്ട് പൊട്ടി തച്ചവരുണ്ട്.
സെപ്റ്റംബർ 6 ബർത്ത്ഡേ ആഘോഷിക്കുന്ന തൃശൂർ പാങ്ങിലുള്ള സുന്ദരനും സുമുഖനും സൽസ്വഭാവികൻ ഗ്ലാമറുമായ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കനകനെയും പൊന്നോമനയുമായ നമ്മുടെ സ്വന്തം ജഗജില്ലിയായ യൂസഫിന് ധാരാണ്ട് കൂട്ടുകാർ ചേർന്ന് പണിതാണ്. എന്റെയും കൂട്ടുകാരുടെയും 1000 ജന്മദിനാശംസകൾ നേരുന്നു. സജിനിയൊക്കെ ചത്ത് പണ്ടാറടങ്ങി കുഴിച്ചു മൂടറതിനൊക്കെ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ എനിക്ക് വലിയ വിവരവും വ്യത്യാസമൊന്നുമില്ല. ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിച്ച ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വലിയ വിവരവും വ്യത്യാസമൊന്നുമില്ല. ഈ പറഞ്ഞത് കറക്റ്റ് ഈ പിള്ളച്ചൻ കള്ളം പറയാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ബ്രെയിൻ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ട് കേട്ടോ. മൈൻഡും ഇപ്പം നമ്മളൊരു മറ്റൊരു വ്യക്തിനെ രണ്ടെണ്ണം ഇരുത്തി വലിച്ചാ മതി. എല്ലാം ഒരു ശിവമയമാണെന്നാണ് തോന്നുന്നത്. പറയുമയം പോടാടുന്നു. എവിടെ പോയാലും നമ്മള് കിളിവാറിയ മൈൻഡ് ആണെങ്കിൽ നമ്മള് എല്ലാം നമ്മള് ചിന്തിക്കുന്ന എല്ലാം ഭൂതം നമ്മള് വിചാരിക്കുന്ന കണക്കൊക്കെ ചിലത് നടക്കും. ഇങ്ങോട്ട് മാറി നടന്നു. ഉച്ച സമയമൊക്കെ ഇല്ലേ, നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാലോ? ആയിക്കോട്ടെ. ചൂടൊക്കെ ഇല്ലേ, ഒരു തണുപ്പ് നമുക്ക് കുടിക്കാം. അത് തന്നെ, നവംബറും ഡിസംബറൊക്കെ അല്ലേ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ടേസ്റ്റ് ഉണ്ട്, തണുപ്പും കൂടെ ആയതുകൊണ്ട് ചൂടും. ശരി, രാത്രി നാളെ എത്തപ്പഴം കഴിച്ചാൽ മതി. കണ്ടിട്ട് മലം കുറവുള്ളവരെ തോന്നാനുള്ള, ഇച്ചിരി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കണ്ടാലും പറയും. ആ പണ്ടും കണ്ടും കാണിച്ച പോലെ അങ്ങോട്ട് അനങ്ങാണ്ട് നിന്നാ പോരെ. ഇതിലും കൂടുതൽ റീച്ച് കിട്ടിയ പൊണ്ണ് സാറേ. നല്ല സുന്ദരന, കുഞ്ഞു കണ്ണുകളാ. എന്താണോ കുഞ്ഞിക്കണ്ണ്? കണ്ടിട്ട് ചിരി വരുന്നു. നല്ല മനസ്സാ. മതി മതി മതി, ഇത്രയും കുണച്ചത് മതി. അടുത്ത വീഡിയോ കാണാം. മൈൻ്റെ വട്ടി മക്കളെ, നടക്ക ദൈവം ചോദിക്കും. നമ്മള് ഇത്രയൊക്കെ നമ്മളതിന് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനി വളർന്നു വരുന്ന തലമുറകളുണ്ടല്ലേ, അതുകൊണ്ട് അവര് മാതാപിതാക്കള് അവര് ഒന്ന് ശ്രദ്ധിച്ചോ. അവര് ചിലപ്പോൾ കൈവിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അവര് ചിലപ്പോൾ വേറെ ലോകത്തേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചിലപ്പം മാതാപിതാക്കളെ ശ്രദ്ധിച്ചോ. അവര് ചിലപ്പോൾ കൈവിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ആരായി പറയുന്നേ? അവര് ചിലപ്പോൾ വേറെ ലോകത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എടാ നീ പൊട്ടി നിക്കുക കേട്ടോ. വളർന്നു വരുന്ന തലമുറ പൊട്ടി നിക്കുക. അവൻ പൊട്ടി നിക്കുക. അവര് ചിലപ്പോൾ വേറെ ലോകത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നീ ഏത് ലോകത്താ? വളർന്നു വരുന്ന തലമുറ അവന്മാര് സ്കൂളിൽ പറഞ്ഞുകൊണ്ട് പോയി കറങ്ങാനൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകും. കുളങ്ങളുടെയും കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെയൊക്കെയുള്ള പിള്ളമാരുണ്ട്. വീഡിയോ ഒക്കെ അടിച്ച് നടക്കുന്ന പിള്ളമാരുണ്ട്. ചുണ്ടിനാണ്ടി കോളെടുത്ത് മാറ്റാതെ സ്കൂളിലൊന്നും കയറാതെ അങ്ങനെയൊക്കെ പായി പോവും. ഇതെല്ലാം ന്യൂസ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഷഡ്ഡി ഉണക്കാൻ തല കിട്ടേക്കുക. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ബിജിമോൾ VS. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ചാനലിന്റെ പേര് ബിജിമോൾ VS എന്റർടൈൻമെന്റ് SBI എന്നാണ്. എല്ലാവരും ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാതെ പോകരുത് കേട്ടോ. ഇതാണ് ബിജിമോൾ VS. ബിജിമോൾ VSന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എല്ലാ വീഡിയോക്കകത്ത് ഇത് തന്നെയാണ് പറയുന്നത്. വേറെ കാണാതെ പോകരുത് കേട്ടോ. വേറെ കണ്ടന്റ് ഒന്നും ഇല്ല അവർക്ക്. രേഖ മാർട്ടിൻ ബോൾഡാണ്, മോഡേൺ ആണ്, സ്മാർട്ടാണ്. ഓക്കെ. രേഖ മാർട്ടിന് ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ബോൾഡാണ്, സ്മാർട്ടാണ്. രേഖ മാർട്ടിൻ ശശിയാണ്. ഇനി ഇച്ചു മുണ്ടിട്ട് അവിടെ ഉറങ്ങും. വെട്ടി വരികടാ ഇതിനൊക്കെ. സ്തുതി ഹരിക്കട്ടെ. വെട്ടി വരികടാ ഇതിനൊക്കെ. ഉപ്പിന്റെ പുതിയ ഫോൺ ഇറങ്ങി. ഓക്കെ. ഉപ്പല്ല, ഉപ്പ്. കോമഡി. ഓപ്പോ A3X 4G. അത് ബഡ്ജറ്റ് ഫോൺ അല്ലേ?
അത് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ സ്നാപ്ഡ്രാഗൺ 6 4G Gen 1 എന്ന് പറയുന്ന പ്രോസസറാണ്. എന്താ ദേഷ്യം? 5G ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, ഇത് 4G പ്രോസസറാണ്. ശരി, നല്ല ബാറ്ററി ഉണ്ട്, പ്രൈസും കുഴപ്പമില്ല. പക്ഷേ എന്താ, പിന്നെ ഈ ഒരു ഫോണിൽ സ്റ്റോറേജ് വരുന്നത് 4GB 64GB 4GB 120GB ആണ് വരുന്നത്. നിങ്ങൾ തമ്മിൽ എന്താ എത്ര ദേഷ്യം? സ്റ്റോറേജ് കുഴപ്പമില്ല, നോർമൽ യൂസർ ഒക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് കുഴപ്പമില്ല. കോൾമി ശസത്തിനൊരു എതിരാളി. എന്റെ ദൈവമേ, അവനെ പിടിച്ച നിർത്തിയല്ലേ. ഇവിടുത്തെ പട്ടിക്ക് വേളയപ്പോലും ഇത്രയും കാണിക്കുക. OnePlusൽ പുതിയ അപ്ഡേഷൻ വന്നോ? ഓക്സിജൻ OS 15 ബീറ്റ വെർഷൻ റിലീസ് ആയതല്ലേ? കളർ OSനെ മോഡിഫൈ ചെയ്തതല്ലേ? അതല്ലേ. അതുപോലെ റെഡ് മാജിക് 10 Pro സീരീസ് November 13 ചൈനയിൽ ലോഞ്ച് ആവും. ഇവിടെ ഇല്ലല്ലേ? ഇല്ലടാ. അതുപോലെ റിയൽമി GT 7 Pro ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. സൂപ്പർ. സ്നാപ്ഡ്രാഗൺ 8 Elite പ്രോസസറായിട്ട് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ് റിയൽമി GT 7 Pro. ഞങ്ങൾക്ക് തന്നെ വേണം. കിടിലെ ഫോണായിരിക്കും. ശരി. ആരെങ്കിലും അവന്റെ വായിൽ എന്തെങ്കിലും കുത്തി കയറ്റടാ. അവന്റെ കഴുത്താ കിടക്കുന്ന സാധനം തന്നെ കുത്തി കയറ്റാ അവന്റെ വായിലേക്ക്. അതെന്നെ ആയിരിക്കുന്നേ? ഡിൽഡോയോ? അണ്ണന്റെ പേരെന്താ? സിനിമ പൊട്ടി മോനെ, നല്ല വട്ടത്തിലും നീളത്തിലും മുമ്പി. സൂര്യയുടെ പേരാണോ? സിനിമ കണ്ടവർക്കറിയാം, വെറുത്ത് പണ്ടാറടങ്ങി. ടിക്ടോക്കിലെ ക്രിഞ്ച് റീല് കാണുന്നൊരു ഫീലായിരുന്നു കങ്കു കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കുറെ കാറലും കൂവലും കുറെ ഓൾഡ് ഔട്ട്ഡേറ്റഡ് സാധനങ്ങളൊക്കെ ചേർത്തൊരു സിനിമ. എന്തോന്നടേ അത്. കാണാതെ പോകരുത് കേട്ടോ. ഒടുവിലാ ദിവസം വന്നു, രാജാവ് തിരിച്ചു വന്നു. ബൈക്കിന്റെ പഡ്ഗാർഡല്ല അവന്റെ കയ്യിലിരിക്കുന്നേ. പണ്ടിവിടെ ഉണ്ടായിരുന്ന രാജു എന്ന് പറയും. കാണാതെ പോകരുത് കേട്ടോ. എന്തിന്റെ കഴപ്പിത്? റീച്ച് കിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ മൊണ്ണെ? അവർക്ക് ജോലിയും കൂലി ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെതാടാ പാത്രക്കടയോ നീ? എന്തിനാ? നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ, രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ, പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവ് പോൽ നെഞ്ചിലമരുന്നോ, മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു, നീ ദേവശില്പമായി ഉണരുന്നു. ആദിഷ് കൃഷ്ണൻ എന്നാണ് പേര്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. കോപ്പിറൈറ്റിൻ്റെ ക്ലെയിമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്. എന്താണെങ്കിലും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാൾക്ക് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ ഫുൾ വേണം കേട്ടോ. ഫുൾ ഉള്ളവരൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ ഒക്കെ അയച്ചു തരിക. നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഫോളോ ചെയ്യാം. സോ ബൈ ഫോർ നൗ.